വെള്ളാപ്പള്ളി പറയുന്നതിലും കാര്യമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ നൽകാൻ വേണ്ടി സംസാരിക്കുന്നുവെന്ന പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും പരോക്ഷമായെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ SNDP യോഗം എന്ന് പറയുന്നത് ദൈവസൃഷ്ടമാണ്. ദൈവസൃഷ്ടമായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരുന്നത് പോലും നിയമിതനായതാണ്. സ്വാമിമാർ അദ്ദേഹത്തെ കണ്ടെത്തി നിയമിച്ചതാണ്, ആരും വോട്ടിട്ട് നിയമിച്ചതില്ല. പിന്നെ അങ്ങനെ ആ സ്ഥാനത്തെത്തിയ അയാൾ ഇന്നുവരെ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുമില്ല. പിന്നീട് നടന്ന വോട്ടെടുപ്പുകളിലും ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ സംഭവം അതിൻ്റെ വോട്ടെടുപ്പും മറ്റ് ഇതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് എന്താണ്? UDF അനുകൂലമായി വെള്ളാപ്പള്ളി നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഒരിക്കലും ആർക്കും തോന്നരുത്. ഇക്കുറി കൂടി ഇടതുമുന്നണി ജയിച്ച് അധികാരത്തിൽ വരുന്നത് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമല്ല. ഇടതുമുന്നണി ജയിക്കരുത്. അതുകൊണ്ട് UDF പ്രത്യക്ഷത്തിൽ ആക്രമിക്കുന്നതായി തോന്നുകയും വേണം, UDF ഒന്ന് ഉണർത്തുകയും വേണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ച രാഷ്ട്രീയ നിരീക്ഷണമാണ്, അഭിപ്രായമാണ്. UDF ഒന്ന് ഉണർത്തണമെങ്കിൽ അതിൻ്റെ ഗർജിക്കുന്ന സിംഹം പോലെ നിൽക്കുന്ന VD സതീശനെ ഇട്ട് ഒരു കുത്തുകുത്തുക. VD സതീശനും വെള്ളാപ്പള്ളിയും പാമ്പും കിരിയും പോലെയാണെന്ന് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്കറിയാം. VD സതീശനെ അളന്നു തൂക്കി വിമർശിക്കുക എന്നത് വെള്ളാപ്പള്ളിയുടെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ രീതിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഹോബിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് 98 സീറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകണമെന്ന്. VD സതീശനെ വെല്ലുവിളിച്ച വെള്ളാപ്പള്ളി ഇതിനു മുമ്പ് പല നേതാക്കളെയും ഇതുപോലെ വെല്ലുവിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലതരത്തിലുള്ള ബെറ്റുകളും വെള്ളാപ്പള്ളി വയ്ക്കാറുണ്ട്. ഒന്ന്, VM സുധീരനും നടൻ മുരളിയും മത്സരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ VM സുധീരൻ തോറ്റുപോകും എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു, തോൽപ്പിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ VM സുധീരൻ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ചെങ്ങന്നൂരിൽ PC വിഷ്ണു തോൽക്കുമെന്ന് പറഞ്ഞു, PC വിഷ്ണു അത് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ പലതവണയും ഇദ്ദേഹം പറഞ്ഞ വാദഗതികൾ തെറ്റായി പോയിട്ടുള്ള ചരിത്രമാണ് കേരള രാഷ്ട്രീയത്തിനുള്ളത്. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ജാതി നോക്കി വോട്ട് ചെയ്യണമെന്നാണ്. ജാതി നോക്കി വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. കാരണം മറ്റു സമുദായക്കാരൊക്കെ ജാതി നോക്കി കൃത്യമായി വോട്ട് ചെയ്യും. ജാതി നോക്കി കൃത്യമായി വോട്ട് ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് നിയമസഭയിലും പാർലമെന്റിലുമൊക്കെ എത്തുക പതിവാണ്. ആ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് ഈഴവരുടെ വോട്ടുകളും പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ ചെന്ന് ചേക്കേറുക പതിവാണ്. കുട്ടനാട് MLA കുറിച്ചൊക്കെ വിമർശിക്കുന്നുണ്ട്. ഒരു വള്ളത്തിൽ കയറ്റാൻ പോലും ആളില്ലാത്ത പാർട്ടിയുടെ നേതാക്കൾ വരെ, അതായത് 4, 3, 7 അണികളുള്ള പാർട്ടിയുടെ നേതാക്കൾ വരെ MLA-മാരാണ്. അങ്ങനെയുള്ള ആളുകളെ വിജയിപ്പിക്കുന്നതാരാണ്? ഈഴവ സമുദായ അംഗങ്ങളാണ്. അവരാ നിഷ്പക്ഷ വോട്ടർമാരായും നിന്ന് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ വോട്ട് ചെയ്ത് അവർ ജയിച്ചു വന്നാൽ ഈ സമുദായത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത്? കരിമ്പിൻ ചണ്ടിയോട് എങ്ങനെയാണ് നീതി പുലർത്താറുണ്ടായിരുന്നെങ്കിലും ചണ്ടിയാണത്. അത് പിന്നെ വളമായിട്ടൊക്കെ അങ്ങ് പോകും. അങ്ങനെയുള്ള, അതായത് ഈഴവ സമുദായത്തെ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത് വെറും ചണ്ടിയായിട്ടാണ്. ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. ആകെ ഈഴവർക്ക് ലഭ്യമായിട്ടുള്ളത് തൊഴിലുറപ്പിൽ മാത്രമാണ് ഈഴവർക്ക് മേൽക്കൈയുള്ളത്. കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാ ജോലിക്ക് ഇറങ്ങി ചെല്ലുന്നത് ഈഴവ സമുദായ അംഗങ്ങളാണ്. മറ്റൊരിടത്തും ഈഴവ സമുദായ അംഗങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം, ഇദ്ദേഹം ഈ നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന പല നേതാക്കളും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇഷ്ടക്കാരെ മാത്രമേ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അനിഷ്ടമുള്ള ആളുകളെയൊക്കെ താറടിച്ച് കാണിക്കാനോ. എന്തിന് ആലപ്പുഴയുള്ള ഇപ്പോൾ PCCയുടെ ജനറൽ സെക്രട്ടറി ആയ എം ലിജുവിനെ പോലും വെള്ളാപ്പള്ളി നടേശൻ താറടിച്ച് അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്തിട്ടുള്ള നേതാവാണ് M ലിജു. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടക്കേടുള്ള ആളുകളെ വെള്ളാപ്പള്ളി താറടിച്ച് കാണിക്കും, വെള്ളാപ്പള്ളി തോന്നിയത് വിളിച്ചു പറയും. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് VD സതീശൻ ഇപ്പോൾ എടുത്ത നിലപാട് പോലെ 98 അല്ല 100 സീറ്റിലധികം സീറ്റ് കരസ്ഥമാക്കി UDF അധികാരത്തിൽ വരുമെന്നും താൻ വനവാസത്തിന് പോകില്ലെന്നും 98 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നും പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ പന്തയത്തെ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ ഏറ്റെടുത്ത VD സതീശനെ പോലെ ധീരത കാണിക്കുന്ന നേതാക്കൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് ശരിയായ ദിശയിലേക്കുള്ള ഒരു സൂചനയാണ്. അതായത് ജാതി നോക്കി വോട്ട് ചെയ്യണം.
ജാതി പറയാൻ പാടില്ല, മതം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ജാതിയാണല്ലോ നിർണ്ണയിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും, സ്കൂൾ പ്രവേശനം ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ജാതി ചോദിക്കുന്ന എന്താണ് ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ജാതി പറഞ്ഞുകൂടാ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? ഇടതുമുന്നണിക്ക് അനുകൂലമാണോ? അതായത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പലതവണ അഭിനന്ദിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് പലതവണ ധാടിച്ചിട്ടുണ്ട്. അതായത് വെള്ളാപ്പള്ളി മോശം പറയുന്നതാണ്, കേരളത്തിലെ തൊഗാഡിയെയാണ് വെള്ളാപ്പള്ളി എന്ന് വരെ പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, വസ്തുതകൾ മാറി, കാലം മാറി. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുകയും പരോക്ഷമായി ഇടതുമുന്നണിക്ക് പാര പണിയുകയുമാണ് വെള്ളാപ്പള്ളിയുടെ ഈ കുരുട്ട് രാഷ്ട്രീയ നയം തുടങ്ങിയിട്ട് കാലം കുറയായി. നടൻ മുരളിയുടെ കാര്യം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ സുധീരന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നപ്പോൾ തന്നെ മനസ്സിലായി മുരളി അവിടെ തോൽക്കുമെന്ന്. അത് നടൻ മുരളി, അന്തരിച്ച മഹാനടനായ മുരളി അവിടെ തോൽക്കുമെന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധി എഴുതിയതാണ്. വെള്ളാപ്പള്ളി ആർക്ക് പക്ഷം പിടിക്കുന്നുവോ, വെള്ളാപ്പള്ളി ആർക്ക് പാദസേവ ചെയ്യുന്നുവോ അവരൊക്കെ തോൽക്കും, തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് അച്ചട്ടാണ്. അതുപോലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വെള്ളാപ്പള്ളി വിടുപണി ചെയ്തു എന്ന ആരോപണം വന്നപ്പോൾ അതിൽ നിന്ന് കരകയറാൻ കേരളത്തിൽ CPMന് മുതൽക്കൂട്ടായ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിന് CPMനെയോ ഇടതുമുന്നണിയോ പിണക്കാൻ പാടില്ല എന്ന ഒരു ചിന്തയിൽ നിന്നാണ് വെള്ളാപ്പള്ളി പ്ലേറ്റ് മാറ്റി ഈ CPM അനുകൂല നിലപാടുകൾ, ഇടതനുകൂല നിലപാടുകൾ എടുത്തു തുടങ്ങിയത്. VS അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവന്നതെന്നും പിണറായി വിജയൻ അദ്ദേഹത്തെ കൺകണ്ട ദൈവമാണോ എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി പലതും പറയും. പക്ഷേ ഈ അവസരത്തിൽ ജാതി നോക്കി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും UDFനെ വെല്ലുവിളിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, പ്രത്യക്ഷത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമാണ് ഈഴവ സമുദായമെന്നും ഇടതുമുന്നണിക്ക് അനുകൂലമായാണ് വെള്ളാപ്പള്ളി നടേശന്റെ കരുക്കൾ നീക്കുന്നതെന്നും നമുക്ക് തോന്നാമെങ്കിലും അങ്ങനെയല്ല. UDFന്റെ ഗർജിക്കുന്ന സിംഹമായ VD സതീശനെയൊക്കെ ഒന്ന് ഉണർത്തി നിങ്ങൾ ഇത്തവണയെങ്കിലും ജയിച്ചു വരണം എന്ന തരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.